എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മുട്ട ആവശ്യമായിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ചെറിയൊരു അളവ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം. അതിന് മുമ്പായിട്ട് ഈ മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന പാത്രം ഏതായാലും അതൊരളവ് പാത്രമായിരിക്കണം. ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. എടുക്കുന്ന പാത്രത്തിൻ്റെ അളവാണ് കറക്റ്റ്. ഞാനിപ്പോൾ ഈ പാത്രമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. മുട്ടയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് മുട്ടയും കഴിക്കാൻ പറ്റും, പലഹാരമായിട്ടും അവരത് കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് ഞാൻ നേരത്തെ അളന്ന കപ്പിന് തന്നെ ഒരു 2 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇതേ കപ്പിന് തന്നെ 1 കപ്പ് മൈദ കൂടി എടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് മൈദ എന്ന കണക്കിലാണ് ഇത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം ബേക്കിംഗ് സോഡ വേണം. 1 നുള്ളു ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊന്ന് പെട്ടെന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിത് അല്പാൽപമായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരുപാടങ്ങ് നീണ്ടു പോകരുത്. ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സ്പൂൺ കൊണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് ചെയ്തെടുക്കേണ്ടത്.
സ്പൂണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. അതേ പരുവത്തിലായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിരുന്ന് 15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഈ മാവ് ഒന്നുകൂടി ഒന്ന് കുറുകും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 15 മിനിറ്റേ വയ്ക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരുന്നാൽ മതി. ഇതിന് നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ടിത് കഴിച്ചുകൊള്ളും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നീട് അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട്. ഇതിപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, അതേപോലെ തന്നെ കൈക്കകത്തെടുത്തിട്ട് വേണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ. നിങ്ങൾക്ക് സ്പൂണിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ കൈ കൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് എണ്ണ കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഇതുപോലെ മുകളിലേക്കൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താലേ മുകൾ വശവും കൂടി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഈ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം, എന്നാലേ ഇത് വെന്ത് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ട, ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നമ്മുടെ അടിപൊളി റവ കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഞാനിതിലേക്ക് 3 പ്രാവശ്യമായിട്ട് 3 കൈ മാവ് ഇതുപോലെ ഒഴിക്കുന്നുണ്ട്. ഓരോന്നും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്ന് ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇട്ടതുകൂടി നമുക്കിതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ഇത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള പലഹാരം നമുക്കിത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇതിന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനകമൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല മയമുണ്ട്. നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. റവ കൊണ്ടുള്ള ഒരു പലഹാരം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ വീഡിയോ ഒന്നുകൂടി നന്നാക്കാനായിട്ട് അതെനിക്ക് ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണേ. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.